ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേരള PSC നടത്തിയ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ ചോദ്യപേപ്പറുകളും ഉത്തരങ്ങളുമാണ് വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിലെത്തിക്കാനായി ഷെയർ ചെയ്യുക. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 21/2022. ഒന്നാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കാനിങ് പ്രഭുവുമായി ബന്ധപ്പെടാത്തത് ഏത്? ശരിയായ ഉത്തരം 1ഉം 2ഉം. ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയ് ആയിരുന്നു. ദത്താവകാശ നിരോധന നിയമം പിൻവലിച്ചു. രണ്ടാമത്തെ ചോദ്യം, നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 4. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ് ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് ബദറുദ്ദീൻ തയാബ്ജി ആകുന്നു. ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് 1925 ആയിരുന്നു. മൂന്നാമത്തെ ചോദ്യം, ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ 1ഉം 2ഉം. 1936 മാവോ സേതുങ് ലോങ് മാർച്ച് നടത്തി. ഡോക്ടർ സൺ യാത്സൻ 1911 വിപ്ലവം നയിച്ചു. നാലാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡികൾ ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 3ഉം 4ഉം. കുളച്ചൽ യുദ്ധം മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ. ഗണ്ണ യുദ്ധം ബാബറും റാണ സംഗയും തമ്മിൽ. അഞ്ചാമത്തെ ചോദ്യം, സാമൂഹ്യ പരിഷ്കർത്താവായ വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 1, 3, 4. 1. കന്യാകുമാരിക്കടുത്തുള്ള ശാസ്താംകോവിൽ വിള എന്ന സ്ഥലത്ത് ജനിച്ചു. അഖില തിരുട്ട്, അരുൾനൂൽ എന്നിവ പ്രധാന പ്രസിദ്ധീകരണങ്ങളാണ്. അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രമാണം പിതാവിന്റെ വഴി എന്ന് അറിയപ്പെട്ടു. ആറാമത്തെ ചോദ്യം, കോവിഡിനുള്ള പ്രതിരോധ മരുന്നായ കോവാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഭാരത് ബയോടെക്. ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കപ്പെടുന്ന ചുവന്ന രേഖകൾ അറിയപ്പെടുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഈസ്റ്റിങ്സ്. എട്ടാമത്തെ ചോദ്യം, ലോയ്സ് സമതലങ്ങൾ സൃഷ്ടിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി കാറ്റ്. ഒമ്പതാമത്തെ ചോദ്യം, 2 വേലിയേറ്റങ്ങൾ തമ്മിലുള്ള സമയ വ്യത്യാസം? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 12 മണിക്കൂർ 25 മിനിറ്റ്. പത്താമത്തെ ചോദ്യം, ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ട്രോപ്പോസ്ഫിയർ. 11ാമത്തെ ചോദ്യം, മാർബിൾ ഏതുതരം ശിലകൾക്ക് ഉദാഹരണമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കായാന്തരിത ശില. 12ാമത്തെ ചോദ്യം, ബെറിംഗ് കടലിടുക്ക് വഴി തെക്കോട്ട് ഒഴുകുന്ന സമുദ്രജല പ്രവാഹം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ കുറോഷിയോ. താഴെ തന്നിരിക്കുന്നവയിൽ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 1, 2. മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിലുള്ള വളർച്ച, സ്വാശ്രയത്വം. താഴെ തന്നിരിക്കുന്നവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ 1, 2, 3. ഹരിത വിപ്ലവത്തിന്റെ 1ാം ഘട്ടം ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ പരിമിതപ്പെട്ടു. ഉയർന്ന ഉൽപാദനം കമ്പോള മിച്ചത്തിന് ഇടയാക്കി. 3. അത്യുൽപാദന ശേഷിയുള്ള വിത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും ഉപയോഗം കാർഷിക രംഗത്ത് ഉണ്ടായി. 15ാമത്തെ ചോദ്യം,
താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമല്ലാത്തത് ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഉയർന്ന ജനസംഖ്യാ നിരക്ക്. 16-ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അവസാദശിലയ്ക്ക് ഉദാഹരണം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ചുണ്ണാമ്പുകല്ല്. 17-ാമത്തെ ചോദ്യം. ഒരു പ്രധാന റാബി വിളയാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പുകയില. 18-ാമത്തെ ചോദ്യം. അന്താരാഷ്ട്ര നാണയനിധിയുടെ ആദ്യ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായി നിയമിതനാകുന്ന ഇന്ത്യൻ വംശജനായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഗീതാ ഗോപിനാഥ്. 19-ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് താഴെ പറയുന്നവരിൽ ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 20-ാമത്തെ ചോദ്യം. സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധ തരത്തിലുള്ള വിവേചനങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 15-ാം വകുപ്പ്. 21-ാമത്തെ ചോദ്യം. 1976-ലെ 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്ക് ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സോഷ്യലിസ്റ്റ്. 22-ാമത്തെ ചോദ്യം. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സർക്കാരിയ കമ്മീഷൻ. 23-ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 44 അനുസരിച്ച് താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, രാഷ്ട്രത്തിലെ പൗരന്മാർക്ക് പൊതുവായ സിവിൽ നിയമസംഹിത രൂപീകരിക്കുക. 24-ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിൽ പൊതുജനാരോഗ്യം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സ്റ്റേറ്റ് ലിസ്റ്റ്. 25-ാമത്തെ ചോദ്യം. രാജ്യസഭയുടെ സമ്മേളനങ്ങളിൽ അധ്യക്ഷപദം വഹിച്ച് നടപടികൾ നിയന്ത്രിക്കുന്നത് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഉപരാഷ്ട്രപതി. 26-ാമത്തെ ചോദ്യം. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ലംഘിക്കുന്ന ഒരു ഭേദഗതിയും നടത്താൻ പാർലമെന്റിന് അധികാരമില്ല എന്ന സുപ്രധാന സുപ്രീം കോടതി വിധി ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടായത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കേശവാനന്ദ ഭാരതി കേസ്. 27-ാമത്തെ ചോദ്യം. ലോകസഭയുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. ഉചിതമായവ തിരഞ്ഞെടുക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 2, 4. 2. ലോകസഭയിലെ അംഗങ്ങളെ ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. 4. ലോകസഭയുടെ കാലാവധി 5 വർഷമാണ്. 28-ാമത്തെ ചോദ്യം. കേരള സർക്കാർ ആരംഭിച്ച ഈ പദ്ധതിയുടെ ലക്ഷ്യം അവിവാഹിതരായ അമ്മമാരുടെയും കുട്ടികളുടെയും പുനരധിവാസം ആണ്. ഏതാണ് പദ്ധതി? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സ്നേഹസ്പർശം. 29-ാമത്തെ ചോദ്യം. സംസ്ഥാന സർക്കാരിന് നിയമോപദേശം നൽകുന്നത് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അഡ്വക്കേറ്റ് ജനറൽ. 30-ാമത്തെ ചോദ്യം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 1ഉം 3ഉം ശരി. 1. ഈ പദ്ധതി ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്നു. 3. 2005-ലാണ് പാർലമെന്റ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിയമം പാസാക്കിയത്. 31-ാമത്തെ ചോദ്യം. KITE കൈറ്റ് പൂർണ്ണരൂപം എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. 32-ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മനുഷ്യന്റെ ദഹനേന്ദ്രിയ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ മാത്രം ഉൾപ്പെട്ടിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 2, 3, 4. 2. കരളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പിത്തരസം ചെറുകുടലിൽ വെച്ച് കൊഴുപ്പിനെ കുഴമ്പു രൂപത്തിലാക്കി മാറ്റുന്നു. 3. ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന റെന്നിൻ പാൽ മാംസ്യമായ കസീനിനെ
പാരാകസീൻ ആക്കി മാറ്റുന്നു. 4. ആഗ്നേയ രസത്തിൽ അടങ്ങിയിരിക്കുന്ന ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, കാർബോക്സി പെപ്റ്റിഡേസ് എന്നീ രാസാഗ്നികൾ പ്രോട്ടീനുകളെ പ്രോട്ടിയോസാക്കി മാറ്റുന്നു. 33-ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജലത്തിൽ അലിയുന്ന വിറ്റാമിനുകൾ തിരഞ്ഞെടുക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 1, 2, 4. 1 തയാമിൻ, 2 റൈബോഫ്ലാവിൻ, 4 നിയാസിൻ. 34-ാമത്തെ ചോദ്യം. അക്വാട്ടിക് ഫുഡ് ചെയിനുകളിൽ DDTയുടെ സാന്ദ്രത ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഏത് ജീവിയിലായിരിക്കും? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി കടൽ കാക്കകൾ. 35-ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രോട്ടോസോവ മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ മാത്രം ഉൾപ്പെട്ടിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ 2, ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 2, 3. 2 മലേറിയ, 3 അമീബിയാസിസ്. 36-ാമത്തെ ചോദ്യം. കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന ചില ആരോഗ്യ പദ്ധതികളെ കുറിച്ചുള്ള പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. അവയിൽ ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 1, 4. 1 ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് അമൃതം ആരോഗ്യം. 4 മാരകമായ അസുഖം നിമിത്തം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതിയാണ് താലോലം. 37-ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന അസുഖങ്ങളുടെ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ പോളിയോ, പാർക്കിൻസൺസ്. 38-ാമത്തെ ചോദ്യം. 37 ഡിഗ്രി സെൽഷ്യസിന് സമാനമായിട്ടുള്ള ഫാരൻഹീറ്റ് സ്കെയിലിലെ താപനില എത്രയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. 39-ാമത്തെ ചോദ്യം. മഴവില്ലുണ്ടാകുന്നതിന് കാരണമായ പ്രകാശത്തിന്റെ ഏത് പ്രതിഭാസമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി എയും ബിയും സിയും കാരണമാകുന്നു. ആന്തരിക പ്രതിഫലനം, അപവർത്തനം ആൻഡ് പ്രകീർണനം. 40-ാമത്തെ ചോദ്യം. ശബ്ദ തരംഗത്തിന്റെ പ്രത്യേകത താഴെ പറയുന്നതിൽ ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ 1, 3, 4. അനുദൈർഘ്യ തരംഗമാണ്. സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. പ്രകാശത്തേക്കാൾ ഡിഫ്രാക്ഷൻ കൂടുതലാണ്. 41-ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ചൊവ്വ പരിവേഷണ വാഹനമായ മംഗളയാൻ വിക്ഷേപിച്ച തീയതി? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 5 നവംബർ 2013. 42-ാമത്തെ ചോദ്യം. ആൽക്കലോയിഡുകളുടെ ക്ഷാരഗുണത്തിന് കാരണമായ മൂലകം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി നൈട്രജൻ. 43-ാമത്തെ ചോദ്യം. ഏത് ഊഷ്മാവിലാണ് ജലത്തിന് ഏറ്റവും അധികം സാന്ദ്രതയുള്ളത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 4 ഡിഗ്രി സെൽഷ്യസ്. 44-ാമത്തെ ചോദ്യം. വാൻ ആർക്കൽ പ്രക്രിയ ഉപയോഗിച്ച് ശുദ്ധീകരിക്കാൻ കഴിയുന്ന ലോഹം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ സിർക്കോണിയം. 45-ാമത്തെ ചോദ്യം. ഒരു ഏഷ്യൻ രാജ്യത്തിന്റെ പേര് നൽകിയിരിക്കുന്ന ആവർത്തന പട്ടികയിലെ ഒരേയൊരു മൂലകം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി നിമോണിയം. 46-ാമത്തെ ചോദ്യം. അള്ളാപിച്ച മല്ലാക്ക എന്ന കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി OV വിജയൻ. 47-ാമത്തെ ചോദ്യം. ചുവടെ നൽകുന്ന പ്രസ്താവനകളിൽ നിന്ന് മഹാത്മാ അയ്യങ്കാളിക്ക് അനുയോജ്യമായവ മാത്രം കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 2, 3 മാത്രം. 2 കല്ലുമാല പ്രക്ഷോഭം സംഘടിപ്പിച്ചു. സാധുജന പരിപാലന യോഗത്തിന് രൂപം കൊടുത്തു. 48-ാമത്തെ ചോദ്യം. ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര സ്വർണം നേടിയ കായിക ഇനമേത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ജാവലിൻ ത്രോ. സോപാന സംഗീതജ്ഞനായിരുന്ന ഞരളത്ത് രാമപൊതുവാളിന് അനുയോജ്യമായ വസ്തുതകൾ കണ്ടെത്തുക.
ശരിയായ ഉത്തരം ഓപ്ഷൻ സി 1ഉം 3ഉം മാത്രം. സോപാനം എന്ന ആത്മകഥ രചിച്ചു. ജനഹിത സോപാനം എന്ന ജനകീയ രൂപം ആവിഷ്കരിച്ചു. 50-ാമത്തെ ചോദ്യം. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി പി വത്സല. 51-ാമത്തെ ചോദ്യം. 30 സാധനങ്ങളുടെ വാങ്ങിയ വിലയും സാധനങ്ങളുടെ വിറ്റ വിലയും തുല്യമാണ്. ലാഭം 25% ആയാൽ എക്സിന്റെ വില 24 രൂപ. 52-ാമത്തെ ചോദ്യം. 1 × 0.01 × 0.0001 വില. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 0.0001. 53-ാമത്തെ ചോദ്യം. 0.3333 എന്നതിന്റെ ഭിന്നക രൂപം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 1/3. 100 എന്നത് 400ന്റെ എത്ര ശതമാനമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 25. 55-ാമത്തെ ചോദ്യം. 1/2 ഓൾ ഘാതം -2 പ്ലസ് 1/3 ഓൾ ഘാതം -2 പ്ലസ് 1/4 ഓൾ ഘാതം -2ന്റെ വില. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 29. 56-ാമത്തെ ചോദ്യം. ഒരു ക്ലോക്കിലെ സമയം 7:20 ആകുമ്പോൾ ആ ക്ലോക്കിലെ മണിക്കൂർ സൂചിയുടെയും മിനിറ്റ് സൂചിയുടെയും ഇടയിലുള്ള കോണിന്റെ അളവ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 100 ഡിഗ്രി. 57-ാമത്തെ ചോദ്യം. 3+3 ഓഫ് 3/3 ഓഫ് 3 × 3 വില. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 30. 58-ാമത്തെ ചോദ്യം. ഒറ്റയാനെ കണ്ടെത്തുക. 2, 5, 10, 17, 26, 37, 50, 64. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 64. 59-ാമത്തെ ചോദ്യം. ആർ എന്നത് ക്യൂവിന്റെ മകളാണ്. എം എന്നത് ബിയുടെ സഹോദരിയും ബി എന്നത് ക്യൂവിന്റെ മകനുമാണ് എങ്കിൽ എമ്മിന് ആറുമായുള്ള ബന്ധം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആറിന്റെ സഹോദരിയാണ് എം. 60-ാമത്തെ ചോദ്യം. ഒരു കണ്ണാടിയിൽ ഒരു ക്ലോക്കിന്റെ പ്രതിബിംബത്തിലെ സമയം 4:30 ആണ് എങ്കിൽ ക്ലോക്കിലെ യഥാർത്ഥ സമയം എത്രയായിരിക്കും? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 7:30. 61-ാമത്തെ ചോദ്യം. അഞ്ജന ഡാഷ് ഹെർ സിക്ക് ഫ്രണ്ട് യെസ്റ്റർഡേ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കോൾഡ് ഓൺ. 62-ാമത്തെ ചോദ്യം. യു ഹാർഡ്ലി നോ വാട്ട് ദേ ആർ ടോക്കിംഗ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഡു യു. 63-ാമത്തെ ചോദ്യം. അപ്പിയറി മീൻസ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ പ്ലേസ് വെയർ പീപ്പിൾ കീപ് ബീസ്. 64-ാമത്തെ ചോദ്യം. ഇഫ് ഐ ന്യൂ ഹെർ നമ്പർ ഐ ഡാഷ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വുഡ് ടെൽ യു. 65-ാമത്തെ ചോദ്യം. ഇറ്റ് ഈസ് നോട്ട് എൻ ഇന്റലിജന്റ് ഡിസിഷൻ ടു ഡാഷ് വിത്ത് നാഷണൽ സെക്യൂരിറ്റി. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കട്ട് കോർണേഴ്സ്. 66-ാമത്തെ ചോദ്യം. മനു വിൽ ഗോ ഡാഷ് ദ 7:30 ബസ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഓൺ. 67-ാമത്തെ ചോദ്യം. ഫൈൻഡ് ഔട്ട് which part of the sentence has an error. If there is no error, select option D. My daughter with all her friends have arrived. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 3. 68-ാമത്തെ ചോദ്യം. Select the word with the correct spelling. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഹ്യൂമറസ്. 69-ാമത്തെ ചോദ്യം. Identify the part of speech of the underlined part in the sentence given below.
The athlete ran with great speed. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി adverb phrase. 70-ാമത്തെ ചോദ്യം. Choose the antonym of the word felicitous from the given options. ശരിയായ ഉത്തരം ഓപ്ഷൻ എ inappropriate. ശരിയായ 71-ാമത്തെ ചോദ്യം. ശരിയായ പദം ഏത്? ഓപ്ഷൻ സി യാദൃച്ഛികം. 72-ാമത്തെ ചോദ്യം. ശരിയായ വാക്യമേത്? ഓപ്ഷൻ ബി ശരിയായ ഉത്തരം ഗീതയ്ക്ക് മുത്തശ്ശിയോട് അടുപ്പം തോന്നി. 73-ാമത്തെ ചോദ്യം. ദ ഗേൾ ലുക്സ് ലൈക്ക് ഹെർ മദർ. ഉചിതമായ മലയാള പരിഭാഷ ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആ പെൺകുട്ടി അവളുടെ അമ്മയെ പോലെയാണ്. 74-ാമത്തെ ചോദ്യം. ഒറ്റപ്പദം എഴുതുക. പറയാൻ ഉദ്ദേശിച്ചത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ വിവക്ഷിതം. 75-ാമത്തെ ചോദ്യം. കഴുത്ത് എന്നർത്ഥം വരുന്ന പദമേത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കന്ധരം. 76-ാമത്തെ ചോദ്യം. വിപരീത പദം എഴുതുക. അഗ്രജൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി അവരജൻ. 77-ാമത്തെ ചോദ്യം. ലോകസ്ഥിതി അറിയാത്തവർ എന്നർത്ഥം വരുന്ന ശൈലി ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കിണറ്റിലെ തവള. 78-ാമത്തെ ചോദ്യം. സ്ത്രീലിംഗം എഴുതുക. നേതാവ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി നേത്രി. 79-ാമത്തെ ചോദ്യം. രാജ്യം പ്ലസ് എ ചേർത്ത് എഴുതുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി രാജ്യത്തെ. 80-ാമത്തെ ചോദ്യം. അവൻ പിരിച്ചെഴുതുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആ പ്ലസ് അൻ. 81-ാമത്തെ ചോദ്യം. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ FSIയുടെ 2019 സർവേ റിപ്പോർട്ട് പ്രകാരം ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 1ഉം 2ഉം. ഇന്ത്യയുടെ മൊത്തം ഭൂവിസ്തൃതിയുടെ 21.16% വനാവരണം ആണ്. 2. വനാവരണം കൂടിയിട്ടുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ യഥാക്രമം കർണാടക, ആന്ധ്രാപ്രദേശ്, കേരളം എന്നിവയാണ് ആദ്യ 3 സ്ഥാനത്തുള്ളത്. 82-ാമത്തെ ചോദ്യം. 1927-ലെ ഇന്ത്യൻ വനനിയമ പ്രകാരം ശരിയായ വസ്തുത തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി 1 ഓൺലി. ഒരു വനമേഖലയെ റിസർവ് വനമായി പ്രഖ്യാപിക്കുവാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്ക് നൽകിയിട്ടുണ്ട്. 83-ാമത്തെ ചോദ്യം. ജൈവ വൈവിധ്യത്തിന്റെ നാശത്തിനു പ്രധാന കാരണങ്ങളായി കണ്ടെത്തിയിട്ടുള്ള തിന്മയുടെ ചതുഷ്കോണിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 1, 3. അന്യദേശ ജീവികളുടെ അധിനിവേശം, സഹവംശ നാശം. 84-ാമത്തെ ചോദ്യം. നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണാർത്ഥം കേരളത്തിൽ 2006-ൽ രൂപീകൃതമായ സങ്കേതം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കുറിഞ്ഞിമല. 85-ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന സ്ഥാപനങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളും ശരിയായി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 1 ബി, 2 സി, 3 ഡി, 4 എ. 1 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് ജെനറ്റിക്സ് ആൻഡ് ട്രീ ബ്രീഡിംഗ്, കോയമ്പത്തൂർ. 2 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി, ബാംഗ്ലൂർ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെന്റ്, ഭോപ്പാൽ. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, ഡെറാഡൂൺ. 86-ാമത്തെ ചോദ്യം. ഒരു വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണ് എന്ന് നിഷ്കർഷിച്ചിരിക്കുന്നത് ഏത് നിയമത്തിലാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി വന സംരക്ഷണ നിയമം, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. 87-ാമത്തെ ചോദ്യം. സഹ്യപർവ്വത നിരകളിൽ തദ്ദേശീയമായി മാത്രം കാണപ്പെടുന്ന ജീവി ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 1, 2, 3. സിംഹവാലൻ കുരങ്ങ്, വരയാട്, കരിങ്കുരങ്ങ്. 88-ാമത്തെ ചോദ്യം. IUCN ചുവപ്പു പട്ടിക
സംബന്ധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 2, 3. വന്യജീവികളുടെ നിലനിൽപ്പിന് നേരിടുന്ന ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ അവയെ 9 വിഭാഗങ്ങളായി തരം തിരിച്ചിട്ടുണ്ട്. മലബാർ സിവറ്റ് ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്ന ഇനത്തിൽപ്പെടുന്ന ജീവിയാണ്. 89ാമത്തെ ചോദ്യം. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി സംബന്ധിച്ചു ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 2 ഓൺലി. ശരിയല്ലാത്ത പ്രസ്താവന 2. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. 90ാമത്തെ ചോദ്യം. 2019 കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് സൈറ്റ്സ് കോൺഫറൻസ് ഓഫ് പാർട്ടീസിൽ അപ്പൻഡിക്സ് 1 ഉൾപ്പെടുത്തുവാൻ ഇന്ത്യ ആവശ്യപ്പെട്ട വന്യജീവി ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ നക്ഷത്ര ആമ. 91ാമത്തെ ചോദ്യം. ഒരു സസ്യത്തെ 1972 വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ പട്ടിക 4 ഷെഡ്യൂൾ 4 ഉൾപ്പെടുത്തിയാൽ അതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി. കൃഷി ചെയ്യണമെങ്കിൽ ലൈസൻസ് ആവശ്യമാണ്. 92ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന അന്താരാഷ്ട്ര ദിനാചരണങ്ങൾ ശരിയായ ചേരുംപടി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 1 മാർച്ച് 21, ബി അന്താരാഷ്ട്ര വനദിനം, 2 മെയ് 22, ഡി അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം, 3 ജൂലൈ 29. ശരിയായ ഉത്തരം ഓപ്ഷൻ എ അന്താരാഷ്ട്ര കടുവ ദിനം. മാർച്ച് 3. ജൂലൈ 29 സി ലോക വന്യജീവി ദിനം. 4 മാർച്ച് 3 അന്താരാഷ്ട്ര കടുവ ദിനം. 93ാമത്തെ ചോദ്യം. 2021 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 1 ഓൺലി. 1 പാരിസ്ഥിതിക പുനഃസ്ഥാപനം ഇക്കോ റീസ്റ്റോറേഷൻ ആയിരുന്നു ഈ വർഷത്തെ പ്രധാനപ്പെട്ട പ്രമേയം. 94ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന സവിശേഷതകൾ ഏത് ജൈവമണ്ഡല റിസർവിനെ കുറിച്ചാണെന്ന് കണ്ടുപിടിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി നീലഗിരി. ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡല റിസർവ്. ഇവ ഉൾപ്പെടുന്ന പ്രദേശം ലോക പൈതൃക പട്ടികയിൽ 2012 യുനെസ്കോ ഉൾപ്പെടുത്തി. നാഗർഹോളെ ദേശീയോദ്യാനം ഇതിന്റെ ഭാഗമാണ്. വരയാട്, കരിങ്കുരങ്ങ്, സിംഹവാലൻ കുരങ്ങ് എന്നിവയുടെ ആവാസ വ്യവസ്ഥ ഇതിൽ ഉൾപ്പെടുന്നു. 95ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന സംരക്ഷിത മേഖലകളിൽ വന്യജീവി സങ്കേതം അല്ലാത്തത് ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 1 ഓൺലി സൈലന്റ് വാലി. 96ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ബഹിർസ്ഥല സംരക്ഷണ രീതിയല്ലാത്തത് ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ദേശീയോദ്യാനങ്ങൾ. 97ാമത്തെ ചോദ്യം. പ്രൊജക്ട് എലഫന്റ് സംബന്ധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 2, 3. നാട്ടാനകളുടെ ക്ഷേമവും പരിപാലനവും ഈ പദ്ധതി ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. കേരളത്തിൽ ഉള്ള 4 ആന സംരക്ഷണ റിസർവുകളിൽ ഒന്നാണ് നിലമ്പൂർ. 98ാമത്തെ ചോദ്യം. യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാം യുനെപ് കുറിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 3. 1972 ആണ് രൂപീകരിച്ചത്. യുനെപ്യുടെ ആസ്ഥാനം കെനിയയിലെ നെയ്റോബിയിൽ ആണ്. ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾ യുനെപ്യുടെ മുഖ്യ കാര്യപരിപാടികളിൽ ഒന്നാണ്. 99ാമത്തെ ചോദ്യം.
കമ്പ്യൂട്ടർ വിഭവങ്ങൾ ദുരുപയോഗം ചെയ്ത് മറ്റുള്ളവരെ നിർബന്ധിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുക വഴി ജനങ്ങളിൽ ഭീകരത സൃഷ്ടിക്കുന്നത് അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സൈബർ ഭീകരവാദം. നൂറാമത്തെ ചോദ്യം. വിവര സാങ്കേതിക നിയമം വകുപ്പ് 77B പ്രകാരം 3 വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാവുന്നതും ജാമ്യം ലഭിക്കുന്നതും. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. ഇന്ന് കേരള PSC നടത്തിയ 2022 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് വീഡിയോയിൽ വിശകലനം ചെയ്തത്. ചോദ്യപേപ്പർ കോഡ് 21/2022. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.